നമസ്കാരം. നമസ്കാരം. ടൈപ്പ്റൈറ്റർ. ഞാൻ ഇവിടുത്തെ ക്ലർക്കാണ്. അത് എനിക്ക് പറയാനറിയാം. പറയൂ, എന്താ വേണ്ടത്? എനിക്ക് കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോയിക്കോ. അതെ, ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോകുമ്പോൾ ഫാമിലി ആയിട്ടാണ് പോകേണ്ടത്. വൈഫും കുട്ടികളായിട്ട് പോകണം. അല്ല, എനിക്ക് 11 മണിക്ക് കല്യാണത്തിന് പോകണം. 11 മണി ആകാൻ പോകുന്നു. അതിനെക്കാട്ടി മുമ്പേ പോയിക്കും. അതല്ല, ഇന്നൊരു കേസ് ഉണ്ട്. ഞാനും എൻ്റെ ഭാര്യയാണ് അതിൽ സാക്ഷി. ഇവിടെ അതിന് എന്താണ്? അത് കുറച്ച് നേരത്തെ ആക്കുമോ? അത് നടക്കില്ല. ഇവിടെ ഇത് കോടതിയാണ്. ഇതിനൊരു ന്യായവും വ്യവസ്ഥയൊക്കെ ഉണ്ട്. അത് നടക്കില്ല. നേരത്തെ ആക്കിയാൽ മാത്രമേ എനിക്കും കല്യാണത്തിന് പോകാൻ പറ്റൂ. ഇത് നടക്കില്ല. ഇവിടെ വക്കീലും ജഡ്ജും അതിനെല്ലാം ഒരു ന്യായം വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് നടക്കില്ല. അതല്ല, എൻ്റെ കേസ് ഒരു എന്താ എന്റെ പേര്? ഊച്ചാൻ. ഇവിടെ ഒരു പൂച്ചാണ്ടിയും ഇല്ല. അതല്ല, എൻ്റെ പേര് ഊച്ചാണ്ടി. ആദ്യമായിട്ടാണ് പേരിനൊത്ത് ഒരു മുഖമുള്ള ആളെ കാണുന്നത്. പൂച്ചാണ്ടി. എടോ, നിന്റെ കേസ് ഏറ്റവും അവസാനം. ഏറ്റവും അവസാനമോ? ഇപ്പോൾ ആരും വന്നിട്ടില്ലല്ലോ. ഒരു ചെറിയൊരു തിരുമറി. അതിന് എന്ത് വേണം? ഇതിപ്പോ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ എടുത്ത് മറിച്ച് വെച്ചാൽ എന്റെ കേസ് ആദ്യമായില്ലേ? അതൊന്നും നടക്കില്ല. അത് നടക്കില്ല. അത് ജഡ്ജ് വരുന്നുണ്ട്. ജഡ്ജല്ലേ വരുന്നത്? ടിപ്പർ ലോറി ഒന്നുമല്ല. പിന്നെ ഏതൊക്കെ കേസാ ഉള്ളത്? ഇന്ന് ഒരുപാട് കേസ് ഉണ്ട്. എന്നാ വിളിക്ക്. കേസ് നമ്പർ 154/30 വിവാഹമോചന ഹർജിയിലെ 1-ാം കക്ഷി പാലപ്പറമ്പത്ത് വീട്ടിൽ ഈപ്പച്ചൻ. ഹാജരുണ്ടോ? അടുത്ത് വിളിക്കട്ടെ? വിളി. കേസ് നമ്പർ 154/30 വിവാഹമോചന ഹർജിയിലെ 2-ാം കക്ഷി പുത്തൻ വീട്ടിലെ രാഘവന്റെ മകൾ മാലിനി. ഹാജരുണ്ടോ? അപ്പൊ തുടങ്ങാം. ദൈവം സാക്ഷിയായി കോടതി നാമത്തിൽ സത്യം മാത്രമേ. അയ്യോ, ഞാനെന്തിനായി പറയുന്നത്? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. പോയി എടുത്ത് ചോദിക്കണ്ടേ? അവളെ കണ്ടാൽ നുണ പറയുന്നത് തോന്നുന്നില്ല. ശരി, ആരാണ് വാദിക്കുന്നത്? നമ്മള് പടവീരൻ വക്കീൽ കാർലോസ് പടവീരൻ. സാർ, ഈ കേസിലെ വാദിഭാഗം വക്കീലാണ് ഞാൻ. എന്റെ കക്ഷികളെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. താങ്ക് യു സാർ. ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ അതിന്റെ സമയം കഴിയുമ്പോൾ മറനീക്കി പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. എത്ര മൂടിവെക്കപ്പെട്ടാലും എത്ര വളച്ചൊടിച്ചാലും ഒരിക്കലും അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അത് പുറത്തു വരും. അതെന്തിനാ ഇവിടെ പറയുന്നത്? അല്ല, ഞാൻ ഈ കാലത്ത് എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ വന്നിട്ടേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ വക്കീലാണെന്ന് തോന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, താങ്ക് യു സാർ. എന്താണ് നിങ്ങളുടെ പേര്? ഈപ്പച്ചൻ എത്ര വരെ പഠിച്ചു? ഞാൻ സ്കൂളിൽ പോയിട്ടില്ല സാർ. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഒരു മരം വെട്ടുകാരനായിരുന്നു തന്റെ അപ്പൻ. അതൊക്കെ മനസ്സിലായി സാർ. അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ കെട്ടിന് 2 തുണ്ടാക്കി അപ്പൻ കഴിവറത്തിൽ കയറുമ്പോൾ നിങ്ങൾക്ക് 3 വയസ്സായിരുന്നു. അയ്യോ, സത്യം. അതെങ്ങനെ മനസ്സിലായി സാർ? ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടി എഴുതിയോടെ പഠിക്കണമെന്നൊന്നുമില്ല. ലേലം സിനിമ കണ്ടാൽ മതി.
ഈ കൊച്ചന്റെ വീട് എവിടെയാണെന്നാ പറഞ്ഞത്? കുട്ടനാടാണ് സാർ. ഹായ്, കുട്ടനാട്. കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ വള്ളവും വെള്ളവും വള്ളം കളിയും, കാരിയും കൂലിയും കരിമീൻ കറിയും നല്ല ചാള വറുത്തതും നെയ്മീൻ പൊള്ളിച്ചതും വരാല് കറിയും വരാല് വറ്റിച്ചതും. ഒരു കുപ്പി കള്ളെടുക്കട്ടെ സാർ? ബീഫ് കറിയും ചക്കപ്പുഴുക്കും അതുകൂടി പറയാൻ മേലെ. ഇതെന്താ ഈ കോഴിയല്ലേ? എന്റെ സാറേ, ഈ ഷാപ്പിൽ കറി വയ്ക്കാൻ എന്നാലും പിടിച്ച് വക്കീലാക്കി എങ്ങനെ ഇരിക്കും? മിസ്റ്റർ ഈപ്പച്ചൻ, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു? സാർ, ഞാനൊരു 3 വർഷം കോട്ടയം KSRTC ജോലി നോക്കിയിരുന്നു. പിന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒരു 3 വർഷം ജോലി നോക്കിയിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷമായി കോഴിക്കോട് ജില്ലാ സബ് കളക്ടറായി ജോലി നോക്കിയിരുന്നു. ഓ, അപ്പൊ ഉദ്ദേശിച്ച പോലെ അല്ല, വലിയ വലിയ തസ്തികകളിലൊക്കെ ഇരുന്ന ആളാണല്ലേ? അല്ല സാർ, ജോലി നോക്കിയിരുന്നു. പക്ഷെ കിട്ടാത്തോളം ഞാൻ എൻ്റെ വിദ്യാഭ്യാസം വെച്ചുള്ള ജോലിയാണ് ഇപ്പോൾ നോക്കുന്നത്. ബിസിനസ്സാണ് സാർ. ഓ, എന്ത് ബിസിനസ്സാണ്? കപ്പലണ്ടി കച്ചവടം. ഞാൻ മറീന ബീച്ചിലായിരുന്നു ഞാൻ കൂടുതലായി കപ്പലണ്ടി കച്ചവടം നടത്തുന്നത് സാർ. പിന്നെ തിരുവനന്തപുരത്തുള്ള കോവളത്തും കപ്പലണ്ടി കച്ചവടം നടത്തിയിട്ടുണ്ട് സാർ. ഓർഡർ ഓർഡർ ഓർഡർ. സൈലൻസ് സൈലൻസ്. ഇതെന്ത് സാധനം തല്ലി പിടിക്കുന്നേ? ബദാം കായ്. ഇന്നലെ മുതൽ ഞാനിത് തല്ലിപ്പൊട്ടിക്കാൻ നോക്കുക. അതിന്റെ പരിപ്പെടുത്ത് കഴിച്ചാലുണ്ടല്ലോ, ആഹാ അടിപൊളി. സാറേ, കോടതിയാണ്. മിസ്റ്റർ ഈപ്പച്ചൻ, ഈ കേസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സാർ, ഞാൻ ഗേറ്റിൽ വെച്ച് എൻ്റെ ഭാരം എനിക്ക് എന്നെ ഇറക്കി വെക്കണം. ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല. പുറകിൽ ബാത്റൂം ഉണ്ട്, അവിടെ ഇറക്കാൻ മതി. അവളെ അവിടെ കൊണ്ട് കളയേണ്ടി വരും സാർ. ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷി ഇന്നസെന്റ് ആണ്. ആദ്യം പറഞ്ഞത് വാദിയാണെന്നാണ്, ഇപ്പൊ പറയുന്നു ഇന്നസെന്റ് ആണ്. എനിക്ക് KPSC എഴുതി ആവാതിരുന്നാ മതി. അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ കക്ഷി നിരപരാധിയാണ്. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തെളിയിച്ചു തരാം. അത് പറ. മാലിനി വിവാഹിതയാണോ? പറ്റിപ്പോയി സാർ. പറ്റിപ്പോയോ? ശരി. വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും പ്രണയബന്ധങ്ങൾ കണ്ടോ? കണ്ടോ സാർ? ആ മുഖത്ത് നോക്കൂ. പ്രണയമെന്ന് കേട്ടപ്പോഴേ ആ കുട്ടിയുടെ കണ്ണുകൾ വികാര തീവ്രമാകുന്നു. പ്രണയത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത എന്റെ കക്ഷി നിരപരാധിയാണ് സാർ. സോറി മാലിനി, സോറി. സാർ തെറ്റിച്ചു. ഞാൻ 19 വേണ്ടി റെഡിയാക്കിയതായിരുന്നു. കാമുകന്മാരാണ്? ആ, അപ്പോ താങ്കളൊരു വഴിപോക്കനാണല്ലേ? വഴിപോക്കുന്നല്ല സാർ, വഴിപാടുകൾ പോയതാണ്. പിന്നെ തലയിലായി. നിർബന്ധിച്ചാൽ പിന്നെ കെട്ടാതിരിക്കാൻ പറ്റുമോ സാർ? ആരാ നിർബന്ധിച്ചത്? നാട്ടുകാരും മരത്തിൽ കെട്ടിയിട്ട് നിർബന്ധിച്ചാൽ പിന്നെ കെട്ടാതിരിക്കാൻ പറ്റുമോ? മാലിനി, ഇയാളെ കുറിച്ച് എന്താണ് മാലിനിക്ക് പറയാനുള്ളത്? എന്റെ സാറേ, 3 വയസ്സുള്ള കുഞ്ഞുണ്ട് എനിക്ക്. ഇന്ന് വരെ ആ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കേ. 3 വയസ്സായ കൊച്ചിനെ എവിടെയിട്ട് സേവ് ചെയ്യാനാണ് സാർ? ഒരു 10-12 വയസ്സെങ്കിലും വേണ്ടേ സാർ സേവ് ചെയ്യാൻ? 3 വയസ്സായ കുട്ടിക്ക് എവിടെയാണ് സാർ മുടി? മാലിനിക്ക് ഇനി എന്താണ് ഈ കോടതിയോട് പറയാനുള്ളത്? സാറേ, ഞാൻ എന്തായാലും ഇയാളെ വേണ്ടാന്ന് വെച്ച്. ഇനി മുന്നോട്ട് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു ആലോചന വന്നാൽ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 43 വയസ്സ്, ശുദ്ധജാതകം, LLB-കാരനാണ്. വേറെ യാതൊരുവിധ ആക്ടിവിറ്റീസും ഇല്ല. വലിക്കില്ല, കുടിക്കില്ല, മുറുക്കില്ല. അത് മാത്രമല്ല, സ്വന്തമായിട്ടൊരു വാഹനവും ഉണ്ട്. സൈക്കിളല്ലേ? എനിക്കറിയാം ആളാരാണെന്ന്. താങ്കളല്ലേ വീട് ടു കോടതി, കോടതി ടു വീട്, അങ്ങനെ ഒരാളെ കെട്ടാൻ സമ്മതമാണോ? അയ്യോ, എന്നാലും എനിക്കൊന്ന് ആലോചിക്കണമായിരുന്നു. ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഈ കോടതിയിൽ നിന്ന് 10 പേരങ്ങ് വരും. വക്കീല്, ഞാൻ, ടൈപ്പ്റൈറ്റർ, ഗുമസ്തൻ എല്ലാം കൂടി അങ്ങ് വരാം. അന്ന് വീട്ടിൽ വെച്ച് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. അത് നടക്കില്ല സാറേ, അത് നടക്കില്ല. മിണ്ടാതില്ല. ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഇടയിൽ കാണാൻ എന്നാ കൊടുക്കും? 3 വയസ്സായ ഒരു കൊച്ചിനെ കരാം. അത് നല്ല കൊച്ചാണ്. എന്റെ കൊച്ചിനെ നോക്കാൻ എനിക്ക് സൗകര്യമില്ല. ഈ ബന്ധത്തിൽ ഞാൻ ഇല്ല സാർ. അത് എന്റെ കൊച്ചൊന്നുമല്ല. അത് എന്റെ കൊച്ചാണോ അല്ലയോ എന്ന തർക്കമാണ് ഇവിടെ നടക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കേസിലെ സാക്ഷികളായ ഇവരുടെ അയൽവക്കക്കാരായ ഒരു ഉച്ചാണ്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരെ വിസ്തരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. വിളിക്ക്. കേസ് നമ്പർ 154/30 വിവാഹമോചന കേസിലെ സാക്ഷി ഊച്ചാണ്ടി നിവാസിലെ കുഞ്ഞാണ്ടി മകൻ ഉച്ചാണ്ടി. ഹാജരുണ്ടോ?
പൂച്ചാണ്ടി. അതെ അതെ. ഭാര്യയുടെ പേര് രാജി. പൂച്ചാണ്ടി, ഈ നിൽക്കുന്ന ഈപ്പച്ചനെ നിങ്ങൾക്കറിയാമോ? തൊട്ടടുത്ത് തൊട്ട് ചേർന്നിട്ടാ താമസം. തന്നെ സാറേ, ഞാൻ എന്നും രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് എന്റെ അടുക്കളയിൽ ചെന്ന് ആ ജനലൊന്ന് തുറക്കുമ്പോ സാറിന്റെ ബെഡ്റൂമിന്റെ ജനൽ തുറന്നു വെച്ചേക്കും. എന്റെ ബാത്റൂമിൽ ചെന്ന് തുറക്കുമ്പോഴും അവളുടെ അടുക്കളയാണ് സാറേ. അത്രയ്ക്ക് അടുത്ത ബന്ധമാണ്. അതല്ല അത്രക്ക് വേണ്ട വേണ്ട, താനൊന്നും പറയണ്ട. താൻ ബഹുമാനപ്പെട്ട കോടതി, അപ്പോ എനിക്ക് മനസ്സിലായ കാര്യം, ഇവരുടെ വീട്ടിലെ ജനലും അപ്പുറത്തെ വാതിലുമാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നാളെ ഒരു 10 പേര് കൂടി ഒരു ഉളിയും സാമാനവും ഒക്കെ അയച്ചെന്ന് അതങ്ങ് പൊളിച്ചു കളഞ്ഞാലോ? സാറേ, എന്ത് പറയാനാ, ഇവരെപ്പോഴും വഴക്കാണ്. ഇവരെ കുടുംബത്തിൽ പ്രശ്നം തന്നെ വഴക്കാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബം ഉള്ളതാണ് കുടുംബം. കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ ഞാനും അവളും ഭൂകമ്പമാണ് സാർ, ഭൂകമ്പം. സ്വന്തം ഭാര്യ രാവിലെ ഉറക്കമണിയിട്ട് ഒരു കപ്പ് ചായയുമായി ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴുത് കണി കാണണമെന്ന് ഏത് ഭർത്താവാണ് സാറേ ആഗ്രഹിക്കാത്തത്? കേട്ട് പഠിക്കും. എന്റെ പൊന്നു സാറേ, ഞാൻ പറയട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ രാവിലെ കുളിച്ച് കഴിഞ്ഞ് ചായ വേണ്ടി ചെല്ലുമ്പോൾ ഇരുത്താരി ഒളിപ്പിച്ച് ബെഡ്ഷീറ്റ് അവിടെ കിടക്കുന്നു, ഇന്നേരി ഇവിടെ കിടക്കുന്നു, തലേന്ന് അപ്പുറം കിടക്കുന്നു. ഞാൻ എന്ത് കണി കാണാൻ എന്നിട്ട് സാറേ? നീ എല്ലാ ദിവസവും എന്റെ കാല് തൊട്ട് വന്ദിക്കാറുണ്ടോ? ഞാൻ എന്നും ചെയ്യാറുണ്ട്. ചേട്ടൻ പക്ഷെ ഉറക്കമായിരിക്കും. പൊന്നെ, കോടതി ആയിപ്പോയി. എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കി തരില്ല സാറേ. ഒരു ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തരില്ല. ശരിയാ, അത് ശരിയാ സാറേ. വായ്ക്ക് രുചിയായി ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല ഈ പെൺകൊച്ച്. ആര് പറഞ്ഞു ഉണ്ടാക്കി തരത്തില്ല? ആര് പറഞ്ഞു? ഈ ചേട്ടനോടൊന്ന് ചോദിച്ചേ, ഞാൻ എന്ത് ടേസ്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഭക്ഷണം കിടലാണ് കേട്ടോ. നീ ഇപ്പോഴാണ് അവൻ ഉണ്ടാക്കി കൊടുത്തത്. അത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. നീ അവൻ എന്തിനും ഉണ്ടാക്കി കൊടുക്കാൻ പോയി പറ. വെറുതെയാ ഈ പെൺകൊച്ച് ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല. വെറുതെയാ സാറേ. ഇങ്ങൾക്ക് എന്ത് വായ്ക്ക് രുചിയായിട്ട് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. നീ എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തത്? പറ, നീ എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തത്? പറ. ഈ കൊച്ചു ഉണ്ടാക്കി കൊടുക്കുന്നതിനൊന്നും ഒരു രുചിയില്ല സാറേ. തൊട്ട് കൂട്ടാൻ കൊള്ളില്ല. നീ മിണ്ടരുത്. ചേച്ചി എന്തിനാ ചേച്ചി എന്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുന്നത്? നീയൊന്നും മിണ്ടണ്ട. ചേട്ടാ, ഈ ചേട്ടൻ പാവോ ചേട്ടാ, ഒന്നും ചെയ്യില്ല ചേട്ടാ. അങ്ങോട്ട് പോണം. എടാ കോടതിയാണ് ഇത്. നീ ആ കൂട്ടിക്കയറാ. നീ ഇപ്പത്തെ കൂട്ടിക്കയറ്. പോ, അപ്പുറത്തല്ലോ. അയ്യോ ജഡ്ജി. എന്റെ സാറേ, ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോ സാറിന്റെ പാത്തിരിക്കുകയാണ്. പിന്നെ വല്ലവന്റെയും കേസിൽ കൈയിട്ടിട്ട് വേണം ഞാൻ നാറാൻ. കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ നമ്മൾ ചെയ്യണ്ടേ? ഞാൻ ചോദിക്കാം. ഹലോ മാലിനി, നിനക്കെന്താ വേണ്ടത്? ഡിവോഴ്സ് വേണം സാർ. നിനക്കെന്താ വേണ്ടത്? എനിക്ക് റിവേഴ്സ് വേണം. റിവേഴ്സാ? ഇവളെടുത്തുനിന്ന് എനിക്ക് പുറകോട്ട് പോകണം. നിനക്കെന്താ വേണ്ടത്? എനിക്ക് ഇയാളെ വേണ്ടേ വേണ്ട. തനിക്കെന്താ വേണ്ടത്? എനിക്ക് അവള് പറഞ്ഞ ആ സാധനം. അവള് പറഞ്ഞതാ? ഡിവോഴ്സ് ആണോ? ആ അതെ. അതുപോലെ പറയാൻ അറിയില്ല. അത് പറയാൻ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ സാറിന് പഠിക്കുന്നത്. സാർ, ഇവർക്ക് 4 പേർക്കും ഡൈവേഴ്സാണ് വേണ്ടത്. കൊടുക്കാം. ഇഷ്ടം പോലെ ഇരിക്കുകയല്ലേ കയ്യിൽ. സാറൊരു തീരുമാനം ഉണ്ടാക്കി തീർപ്പ് കൽപ്പിക്ക്. തീർപ്പെന്ന് പറഞ്ഞാ ഒരു കാര്യം ചെയ്യും. അവളുടെ പേരെന്താ? മാലിനി. മാലിനിക്കും ഈ ഊച്ചാണ്ടിക്കും ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറാണോ? താല്പര്യമുണ്ടോ? തന്റെ കാര്യം എന്താണ്? അയ്യോ അടിക്കല്ലേ. നമുക്കൊന്ന് തീരുമാനിക്കണം സാർ. ഒരു കാര്യം ചെയ്യും. അടുത്ത ഞായറാഴ്ച ഇവരുടെ കല്യാണം ഇവിടെ വെച്ച്? കോടതിയുടെ ഹാളിൽ വെച്ച് തന്നെ. കോടതി ഓഡിറ്റോറിയത്തിൽ വെച്ച്.
അപ്പോൾ ഞങ്ങൾ കോടതിയിൽ നിന്ന് ഞാനും വക്കീലും ഗുമസ്തനും റൈറ്ററും എല്ലാം കൂടി ഒരു 10 പേർ അങ്ങ് വരും. തയ്യാറാണോ? ആ ഓക്കെ എന്നാ വിട്ടോ, അടുത്ത ഞായറാഴ്ച കാണാം. അല്ലല്ല പോകല്ലേ 3 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ എന്ത് ചെയ്യും? അതിപ്പോ എന്നാ ചെയ്യും? കോടതി ഏറ്റെടുക്കട്ടെ. അതെന്തിനാ കോടതി ഏറ്റെടുക്കുന്നേ? അല്ലെങ്കിൽ സാറ് നോക്കും. ഞാൻ നോക്കാനോ? സാറിന് പിള്ളേരില്ലാതിരിക്കല്ലേ? അതിപ്പോ നാട്ടുകാര് എന്താ ചോദിച്ചാലോ? എന്റെയാണെന്ന് പറഞ്ഞോ, ആ ക്രെഡിറ്റ് സാറിന് ഇരുന്നോട്ടെ. എന്റെ പൊന്നോ, ഇനി കേസ് വല്ലതും ഉണ്ടോ? ഒരു കേസും കൂടി ഉണ്ട്. എന്നാ വിളിക്ക്. കേസ് നമ്പർ 405/50. പ്രൈവറ്റ് ബസ്സിലെ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ശാന്തൻ. ഹാജരുണ്ടോ? പേര് ശാന്തൻ, ബസ്സിൽ ഭ്രാന്തൻ. സാർ, ഈ കേസിലെ സാക്ഷി വിസ്താരമൊക്കെ കഴിഞ്ഞതാണ്. ഇനി വിധി പ്രസ്താവിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. ശിക്ഷ എന്ന് പറഞ്ഞാലേ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ശിക്ഷിക്കപ്പെടും. അവസാനമായിട്ട് ഈ കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഉണ്ട് സാർ. എന്നാ പിന്നെ ബോധിപ്പിക്കും. Shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behave like a barking mad dog to wreak vengeance against your family and me. A law-bearing citizen and an ex-judicial officer who always give predominant consideration for his office than any personal relationship or any personal bond. By inculcating such a pious and loyal soul, you prove that you are ashamed to the total police force of the country. Your Honor, that's all. ആദ്യം ഇവിടെ ഒരു ഉപ്പ് സോഡ കൊടുക്ക്. താൻ പോയിട്ട് കോടതിയുടെ ജനലുകളും വാതിലുകളും എല്ലാം പൂട്ട്. ഇനി 3 മാസത്തേക്ക് കോടതി പൂട്ടിയിടും. അതെന്താ സാറേ 3 മാസത്തേക്ക് കോടതി പൂട്ടിയിടുന്നത്? ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇനി കോടതി തുറന്നാൽ മതി. അപ്പൊ കോടതി അതുവരെ കോടതി അവധി.